ഞാൻ മധുവൈ ബ്രാഹ്മണനായിരുന്നു ഞാൻ. എന്റെ മകളെ ശീലാവന്തക്ക് നൽകി. ഞാൻ ഹരളൻ, ചെരുപ്പ് കുത്തിയായിരുന്നു ഞാൻ. എന്റെ മകനെ മാധവിക്ക് നൽകുന്നു. നിലമൊന്നു തന്നെ കുലമാടത്തിനും ശിവാലയത്തിനും, ജലമൊന്നു തന്നെ ശൗചത്തിനും ആചമത്തിനും, കുലമൊന്നെന്നു ചൊല്ലും തന്നെ താനറിഞ്ഞവനും, ഫലമൊന്നു തന്നെ ഷഡ്ദർശന മുക്തിക്കും. ആന അങ്കുശത്തെ പേടിക്കുമോ അയ്യാ, സിംഹനഖത്തിനെയല്ലാതെ? ഞാൻ ഈ വിജളയെ പേടിക്കുമോ അയ്യാ, കൂടല സംഗമ ദേവനയല്ലാതെ? ഏത് കളിയാണെന്ന് ബസവണ്ണയെ കുറിച്ച് ലോകത്തിൻ സന്മതിയല്ലിത് നിന്ദകർ തന്നുച്ചിഷ്ടം, ലോകത്തിൻ സമ്മതിയല്ലിത് നിന്ദകർ തന്നുച്ചിഷ്ടം. ലൗകികാർത്തി കീറി മുറിച്ചൊരു കഥാശിഷ്ടം കൈക്കൊള്ളുക, ലോകത്തിൻ സമ്മതിയല്ലിത് നിന്ദകർ തന്നുച്ചിഷ്ടം. തേച്ചു പഠിച്ചവ വിട്ടിട്ടുടലിലെറിഞ്ഞൊരു സത്യം മതി,
ലോകത്തിൻ സമ്മതിയല്ലിത് നിന്ദകതന്നുച്ഛിഷ്ടം ലോകത്തിൻ സമ്മതിയല്ലിത് നിന്ദകതന്നുച്ഛിഷ്ടം സമരകൊമ്പുകൾ ചുട്ടുകളയാം താന്താൻ വഴിയെ ധീരം പോകാം ലോകത്തിൻ സമ്മതിയല്ലിത് നിന്ദകതന്നുച്ഛിഷ്ടം ലോകത്തിൻ സമ്മതിയല്ലിത് നിന്ദകതന്നുച്ഛിഷ്ടം സദാചാര നീതിയറിഞ്ഞു അതിനുള്ളിൽ മുങ്ങിയമർന്നു അക്കാട്ടില്ലാരും കാണാതുറവായൊരു സത്തുകളെല്ലാം കാഴ്ചയായി നൽകാം ഞങ്ങൾ തുണയേക മുഖേശ്വരലിംഗ ലോകത്തിൻ സമ്മതിയല്ലിത് നിന്ദകതന്നുച്ഛിഷ്ടം ലോകത്തിൻ സമ്മതിയല്ലിത് നിന്ദകതന്നുച്ഛിഷ്ടം ലൗകികാന്തി കീറി മുറിച്ചൊരു കഥാശിഷ്ടം കൈക്കൊള്ളുക ലോകത്തിൻ സമ്മതിയല്ലിത് നിന്ദകതന്നുച്ഛിഷ്ടം ലോകത്തിന്റെ വേലിയേറ്റങ്ങളും ഇറക്കങ്ങളും ഞങ്ങൾ ആടിക്കാണിച്ചു തരാം. ഇത് 12ാം ശതകത്തിന്റെ കഥ. അടുക്കി മുകളിൽ കുത്തി നിറുത്തിയ വാളതിൽ അടുക്കി മുകളിൽ കുത്തി നിർത്തിയ വാളതിൽ മൂർത്തമുനമേൽ കളിയൊരുക്കമായി എന്നിട്ടോ വാളതൊരിഷ്ടിക മേലെ തട്ടി വളരൊരിഷ്ടിക മേലെ തട്ടി ഇഷ്ടിക നിഷ്ഠകൾ മുഴുവൻ തട്ടി ഇഷ്ടിക നിഷ്ഠകൾ മുഴുവൻ തട്ടി എന്തിനു പറയാൻ പോകുന്നെല്ലാം കളി കഴിയുന്നതിനും മുൻപേ നിഷ്ഠരായവരെല്ലാം വീണു ഏകണ്ണപ്രിയ നിഷ്ഠരായവരെല്ലാം വീണു ഏകണ്ണപ്രിയ ഏകണ്ണപ്രിയ നാഗിനാഥ ഏകണ്ണപ്രിയ നാഗിനാഥ ഏകണ്ണപ്രിയ നാഗിനാഥ ലോകത്തിൻ സമ്മതിയല്ലിത് നിന്ദകതന്നുച്ഛിഷ്ടം ലോകത്തിൻ സമ്മതിയല്ലിത് നിന്ദകതന്നുച്ഛിഷ്ടം ലൗകികാന്തി കീറി മുറിച്ചൊരു കഥാശിഷ്ടം കൈക്കൊള്ളുക ലോകത്തിൻ സമ്മതിയല്ലിത് നിന്ദകതന്നുച്ഛിഷ്ടം. ഇതുപോലെയുള്ള പല കളികളും പലവട്ടം വേദിയിൽ പലരും ആടിക്കണ്ടിട്ടുണ്ടാകാം. പക്ഷെ ഇതങ്ങനെയല്ല. എന്തുകൊണ്ടെന്നല്ലേ, പ്രതിലോമ വിവാഹത്തിന്റെ കഥ എങ്ങനെ മുൻപ് കണ്ടതുപോലെയാകും? തെല്ലിടാരോഷമോടന്നു ശ്രീനയനൻ ചിലയുലഞ്ഞാടിത്തിമുട്ടിരുന്നല്ലോ അക്കാലശേഷം പതിതാസഹസ്രം ചന്ദനമേറ്റു കിടന്നൊരു നേരം അക്കാലശേഷം പതിതാസഹസ്രം ചന്ദനമേറ്റു കിടന്നൊരു നേരം എവിടെ ഒളിച്ചതാ കണ്ണിലെത്തിയ എവിടെയാ കരുണതൻ ധർമ്മസ്ഥലികൾ എവിടെ ഒളിച്ചതാ കണ്ണിലെത്തിയ എവിടെയാ കരുണതാ ധർമ്മസ്ഥലികൾ കടലൊരു നിമിഷത്തിൻ ചെപ്പിനകം ഉണ്ടുകടുവൈര്യമായി കൂലം കുത്തിപ്പിരിഞ്ഞ് കടലൊരു നിമിഷത്തിൻ ചെപ്പിനകം ഉണ്ടുകടുവൈര്യമായി കൂലം കുത്തിപ്പിരിഞ്ഞ് ഉൾനഗരമാകെ പിഴുതെറിഞ്ഞല്ലോ മാധുര വൈരിമാരേശ്വര ദേവാ ഉൾനഗരമാകെ പിഴുതെറിഞ്ഞല്ലോ മാധുര വൈരിമാരേശ്വര ദേവാ മാധുര വൈരിമാരേശ്വര ദേവാ മാധുര വൈരിമാരേശ്വര ദേവാ ലോകത്തിൻ സമ്മതിയല്ലിത് നിന്ദകതന്നുച്ഛിഷ്ടം ലോകത്തിൻ സമ്മതിയല്ലിത് നിന്ദകതന്നുച്ഛിഷ്ടം ലൗകികാന്തി കീറി മുറിച്ചൊരു കഥാശിഷ്ടം കൈക്കൊള്ളുക ലോകത്തിൻ സമ്മതിയല്ലിത് നിന്ദകതന്നുച്ഛിഷ്ടം. മാനവ സമുദായത്തിന്റെ നന്മയ്ക്കായി അഗ്രഹാരങ്ങളോടും മാമുനിമാരോടും കലഹിച്ച് ബസവണ്ണ നടന്നു പോയതിനു ശേഷം നോക്കൂ, ചൈത്രത്തിന്റെ വരവായി. സൂര്യന്റെ ഇളം രശ്മികൾ പുഷ്പസുഗന്ധം പല ദിക്കിലേക്കും പരത്തുന്നു. എല്ലാ കാലവും ഭൂമി
സ്വയം മുളച്ചുയരുമെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കളിയെല്ലാം? ആരാണ് അവിടെ? വാ നോക്കൂ, ആ കുറ്റിക്കാട്ടിൽ വാസുദേവ മുള്ളിൽ കുരുങ്ങി കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ പുറത്തേക്കെടുക്കാൻ ശ്രമിക്കുന്നു. അതാരാ കൂടെയുള്ളത്? ആ അപ്പണ്ണയാണല്ലോ. എന്തായിരുന്നു ആട്ടിൻകുട്ടിയുടെ ആ ഓട്ടം? കുളത്തിനടുത്താണെങ്കിൽ കിളികളുടെ സംഗീതം, നദിയുടെ കളകളാരങ്ങൾ അവയ്ക്കൊപ്പം കിന്നരി വായിക്കുന്നു. പ്രഭാത സൂര്യന്റെ കിരണങ്ങളേക്ക് ഹരിതങ്ങളെല്ലാം വെട്ടിത്തിളങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ എന്തൊരു ക്രൂരമായ രാത്രികളാണ് കടന്നുപോയത്. എന്തിനായിരുന്നു മാച്ചുദേവ അത്? എത്രയെത്ര ശവശരീരങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, തീവയ്പ്പുകൾ, എന്തിനായിരുന്നു ഇവയൊക്കെ? അപ്പണ്ണ, ആ പക്ഷിക്കൂട് നോക്കൂ. ഒരു മുഷ്ടിയോളം വലിപ്പമില്ലാത്ത ആ പക്ഷി എന്ത് സാമർത്ഥ്യത്തോടെ എത്ര ഭംഗിയായാണ് തൻ്റെ കൂട് കെട്ടുന്നത്. അതൊന്നിനെ ഉടച്ച് മറ്റൊന്നായി വാർക്കുന്നു, ഉടയ്ക്കുന്നു, വാർക്കുന്നു. എത്ര തവണയാണ് അതങ്ങനെ ആവർത്തിക്കുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടു. ഇതും അതുമായി ബന്ധമുണ്ടപ്പണ്ണ. നമ്മളൊക്കെ പണി ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. ആ പക്ഷിയെപ്പോലെ തന്നെ നമ്മൾ പക്ഷികളല്ല, മനുഷ്യരാണ്. നമ്മുടെ വിയർപ്പൊട്ടുണ്ടാക്കിയ മഹാമന ഇന്നില്ല. മാച്ചുദേവ, എന്നാണ് ഇതുപോലെ ഒരു മഹാമന നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക? ഇനി ഒരിക്കലും അത് കഴിയുമെന്ന് തോന്നുന്നില്ല പണ്ണ. മഹാനായ ബസവണ്ണയും മഹാമനയുമെല്ലാം ഈ മഹാപ്രളയത്തിന്റെ കുതിപ്പിൽ തകർന്നു പോയില്ലേ? ഇനിയും ഇങ്ങനെ അവശേഷിക്കുന്നവർ നമ്മൾ കുറച്ചുപേർ മാത്രം. ശരിയാണ്. പോയ കാലത്തിന്റെ ഓർമ്മകളെ കുറിച്ചു വെച്ചതുപോലെ നമ്മൾ കുറെ പേർ മാത്രവുമല്ല, വരുംകാലത്തിന്റെ കുറെ കിനാവുകളും ബാക്കി നിൽക്കുന്നുണ്ട് അപ്പണ്ണ. നോക്കൂ, ഇവിടെ നിന്നാൽ ഈ നദി എങ്ങനെയാണ് കാണപ്പെടുക? പ്രഭാത സൂര്യന്റെ ഹൃദയത്തെ സത്യത്തിന്റെ കുറ്റിയിൽ കെട്ടിയിട്ടതുപോലെ കാഴ്ചകൾ പോലും എത്ര വിപരീതമായിരിക്കുന്നു. ഈ നദീ തീരത്തു കൂടി ഞാൻ എത്രയോ തവണ വന്നിരിക്കുന്നു. ഇപ്പോ കാണുമ്പോഴോ അങ്ങ് ദൂരെ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ജലനിര മെല്ലെ മതാലസയായി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഇടതും വലതും തിരിഞ്ഞ് താഴെ ഇടിച്ച് രണ്ടായി പിളർന്ന് തനിമയാർന്നൊഴുകുന്ന ഈ നദിയെപ്പോലെയാണപ്പണ്ണ നമ്മുടെ സൃഷ്ടികർമ്മങ്ങൾ. ശരിയാണ്. മഹാബല പടുത്തുയർത്തിയ ആ കാലത്ത് നമ്മളൊരു സ്വപ്നത്തിൽ മുഴുകയായിരുന്നു. ഇഹത്തെ മുഴുവൻ മഹത്തരമാക്കിയ ഒരു കിനാവ്, ഈ ലോകമെല്ലാം കൈലാസമാണെന്ന് കരുതിയ ഒരു പുതിയ കിനാവ്, പല നിറമാർന്ന പുഷ്പങ്ങൾ ഒന്നിച്ചാടി ഉല്ലസിക്കുന്ന ഒരു പൂന്തോട്ടം. ആ കിനാവിന്റെ കരുത്തുകൾ മനുഷ്യരുടെ ഹൃദയത്തിലെ വയലേലകൾ വിതയ്ക്കണം അപ്പണ്ണ. ഒരു ഈ ജലപാതത്തിനടുത്ത് നിന്നും നിങ്ങൾ പശ്ചിമദിക്കിലേക്ക് പോവുക, ഞാൻ പൂർവ്വദിക്കിലേക്കും പോകാം. ശരി.
പക്ഷേ ഒരു നിമിഷം മാത്രം ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോവുകയാണ്. ദിശ നിശ്ചയിക്കും മുൻപ് ഇതുവരെ ഉണ്ടായതൊക്കെ ഒന്ന് നോക്കി കാണണമെന്ന്, പിരിയുന്നതിന് മുൻപ് ഓർമ്മകളിലൂടെ ഒന്ന് സഞ്ചരിക്കണമെന്ന്. അന്ന് ബസവണ്ണ കല്യാണദേശം വിട്ടുപോയ സമയം. സ്വാമി, താങ്കൾ ഒരു ശരണൻ, ഒലൈശാന്തയ്യ എന്നല്ലേ നിങ്ങളുടെ പേര്? അതെ. അവിടെ ആ മലയിലേക്ക് പോകും മുമ്പ് ബസവണ്ണ എന്താണ് പറഞ്ഞത്? എന്ത് ജനമാണെന്ന് പിന്നെ ഞാൻ അങ്ങ് പുറകിലായി പോയതിനാൽ കേൾക്കാനും കഴിഞ്ഞില്ല. ഞാനെല്ലാം കേട്ടതാ. അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെയായിരുന്നു ഞാൻ. വലതുവശത്ത് ചുവപ്പിനെ വിഴുങ്ങുന്ന ആകാശം, ഇടതോ അന്ധകാരം പൊതിയുന്ന കല്യാണദേശവും. അതെല്ലാം ഞാനും കണ്ടതാണ്. ആ സമയത്ത് ആകാശനെറ്റിയിൽ ഒരു പൊടിച്ചന്ദ്രൻ ബാക്കി നിൽക്കുന്നുണ്ടായി. അല്ല, ബസവണ്ണ ആ ഭണ്ഡാരികളുടെ പരാതിയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. ഹൃദയം പൊടിയുന്ന വേദന കടിച്ചമർത്തി ആ ഉയർന്ന കുന്നിൻ പുറത്ത് കയറുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പാടി: വാതിൽപ്പടികൾ മലർക്കെ തുറന്നേക്കും, അതുപോൽ പ്രകാരത്തിൽ അടഞ്ഞു പോകും. സർവാലങ്കാര വിഭ്രാന്തികളൊന്നുമേ ശാശ്വതമായവയല്ലെന്റെ മാനവ. മന്നവൻ പോലും എത്ര കഷ്ടം. എന്നിട്ടെന്താ? ഒന്നുമില്ല. കുറച്ച് സമയത്തേക്ക് എല്ലാം മൗനം, കാറ്റിനും മൗനം, ശ്വാസോച്ഛ്വാസം, ഹൃദയമിടിപ്പ് എല്ലാം കേൾക്കാൻ കഴിയുന്ന ആഴമുള്ള മൗനം. സമുദായ വിവേചനത്തിനെതിരെ ജീവിതത്തിൽ മുഴുവൻ കാണിച്ച ധൈര്യത്തോടെ തന്നെ ബസവണ്ണ കുതിരപ്പുറത്ത് കയറിയപ്പോ ജനങ്ങൾക്കറിയുകയായിരുന്നു. ആൾക്കൂട്ടമെല്ലാം എന്തു ചെയ്യണമെന്നറിയാതെ ഭ്രാന്ത് പിടിച്ചതുപോലെ വിചിത്രമായിട്ടാണ് പെരുമാറിയത്. എന്റെ അടുത്തു നിന്നിരുന്ന ഒരു കുരുടയായ സ്ത്രീ എന്നെ മാന്തി പറിച്ചുകൊണ്ട് പറഞ്ഞു: അതാ നോക്ക് നോക്ക്, കൈലാസത്തിൽ നിന്ന് മഹേശ്വരൻ തന്നെ നമ്മുടെ ബസവണ്ണയെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകുന്നെന്ന്. അപ്പോൾ ബസവണ്ണയുടെ ഭാവം എന്തായിരുന്നു? എന്റെ കണ്ണിൽ നിറയെ മൂടൽ മഞ്ഞ് മൂടിപ്പോയിരുന്നു. ബഹളങ്ങൾക്കിടയിൽ അന്ധയായ സ്ത്രീ എങ്ങോ ഒഴുകി മറിഞ്ഞതുപോലെ. നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്ക് ഉടനെ മഹാമനയിലെത്തണം. എന്താ ഇതൊക്കെ? ഇവിടെ എന്ത് സംഭവിച്ചു? ഇത്ര വൈകിട്ടും കല്യാണ നഗരിയിൽ വിളക്കുകൾ തെളിയിച്ചിട്ടില്ലല്ലോ. അല്ല,
നിങ്ങൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഒന്നും അറിഞ്ഞില്ലെന്നുണ്ടോ? നോക്കൂ, ഞാൻ വരുന്നതേ ഉള്ളൂ. നഗരത്തിലേക്ക് കയറിയത് പോലുമില്ല. എങ്കിൽ കേൾക്കൂ, ബസവണ്ണ കല്യാണ നഗരം വിട്ടുപോയി. രാജാവ് ബസവണ്ണയെ ഭണ്ഡാര പദവിയിൽ നിന്നും പുറത്താക്കി. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അതെങ്ങനെ സംഭവിക്കും? ഞാൻ ബോധസമുദ്രത്തിൽ പോയ ആ ദിവസത്തെ കാര്യം ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. അന്ന് ബസവണ്ണയുടെ ഏക മകൻ മരിച്ച ആ ദിവസം സ്വന്തം മകൻ എന്ന പോലെ രാജാവും കരയുന്നത് ഞാൻ കണ്ടതാണ്. ഓ, അതെല്ലാം പഴയ കഥ സുഹൃത്തെ. അതിനുശേഷം നടക്കാൻ പാടില്ലാത്തത് എന്തൊക്കെ നടന്നു? പ്രതിലോമ വിവാഹം, മിശ്രവിവാഹം. മിശ്രവിവാഹം? അതായത് വർണ്ണസങ്കരം. വർണ്ണസങ്കരമോ? ആരാരെ വിവാഹം കഴിച്ചു? ചെരുപ്പ് കുത്തി ഹരളയ്യയുടെ മകൻ ശിലാവന്ത, ബ്രാഹ്മണനായ മധുവയ്യയുടെ മകൾ മാധവിയെ വിവാഹം കഴിച്ചെന്ന്. എന്ത്? പയ്യൻ ചെരുപ്പ് കുത്തിയും പെണ്ണു ബ്രാഹ്മണ സ്ത്രീയും? ശാസ്ത്രവിരുദ്ധമായ വിപരീത വിവാഹം തന്നെ. ആട്ടെ, ആരാണ് ഇതിൽ ഉത്തരവാദി? സംശയമെന്ത്? ബസവണ്ണ തന്നെ. അത് മാത്രമല്ല, ഇത് തന്നെയാണ് ശരി എന്നും വാദിച്ചു. എന്നിട്ട് ആരും എതിരൊന്നും പറഞ്ഞില്ല. എതിരോ? നോക്കൂ, നഗരമാകെ ചോരപ്പുഴയായിരുന്നു. ഹാലിളകിയ മഠവും അഗ്രഹാരവും ചെരുപ്പ് കുത്തി തെരുവിനെ ആക്രമിച്ചു. അവരും തിരിച്ചടിച്ചു. ത്രിപുരാന്തക ദേവാലയത്തിലെ താളിയോല ഗ്രന്ഥങ്ങൾ ഇതിനോടകം ചുട്ടിച്ചാമല. രാജാവ് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താണ് പറഞ്ഞത്? വേണ്ട വേണ്ട എന്ന് 1000 തവണ പറഞ്ഞു നോക്കി. പക്ഷെ ബസവണ്ണ കേൾക്കണമല്ലോ. പിന്നീട് രാജാവ് ത്രിപുരാന്തക ദേവാലയത്തിൽ പൂജയ്ക്കായി ചെന്നപ്പോൾ അവിടുത്തെ പൂജാരികൾ വാതിലടച്ച് ഇങ്ങനെ പറഞ്ഞു: നീചകർമ്മങ്ങൾ നടക്കുന്നിടത്ത് പൂജയും കർമ്മവും പാടില്ല. ഹോയ്സള രാജ്യത്തെ ജനങ്ങൾ പറയുന്നത് ഈ കളചൂല രാജവംശം ഉണ്ടാക്കിയത് ബിജളയല്ല, ബസവണ്ണയാണെന്നാണ്. പക്ഷെ ഇവിടുത്തെ കണക്കുകാരും കരക്കാരും ബസവണ്ണ ഭണ്ഡാരം കാര്യാക്കിയിരിക്കുന്നു, ധവളപത്രം ഇറക്കിയിരിക്കുന്നു. എന്നിട്ട് ബസവണ്ണ ഇതിനൊന്നും എതിർത്തില്ല. അതാണ് അതിശയം. എതിർത്തതുമില്ല, സമ്മതിച്ചു കൊടുത്തതുമില്ല. തന്റെ മേൽ രാജാവിന് എന്തെങ്കിലും വിശ്വാസക്കുറവുണ്ടെങ്കിൽ ഈ പദവി തന്നെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്യും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊരു തണുപ്പ്! ശിശിരത്തിന്റെ ഈ തണുപ്പ്. ആകാശത്താണെങ്കിൽ കൂർത്ത് മൂർച്ചയുള്ള നക്ഷത്ര മുനകൾ. നോക്കൂ, ചന്ദ്രൻ അസ്തമിക്കാത്ത ഇരുട്ടില് കാണാൻ പാടില്ലാത്തതൊക്കെ കാണും, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കും. നമ്മളെന്ന് പറഞ്ഞ് അതിൽ പോയി തലയിടണം. വരൂ, നമുക്ക് നമ്മുടെ വഴിയെ പോവാം. ഈ പിശാചുകളെ പോലെയല്ലേ മഠാധിപതികളും കൂട്ടരും ഇങ്ങോട്ട് അലറിപ്പാഞ്ഞു വന്നത്? മാച്ചിദേവരും കൂട്ടരും സമയത്തിനെത്തി വെല്ലുവിളിച്ചില്ലായിരുന്നെങ്കിൽ ഈ മഹാമന ഒരു ചാരക്കുമാരമാകുമായി. പക്ഷേ കൂട്ടരെ, നമ്മുടെ ശത്രുക്കളായ മഠാധിപതികളുടെ ആക്രമണങ്ങൾ ഇവിടെ അവസാനിച്ചു എന്ന് പറയരുത്. അത് കൂടി വരികയുള്ളൂ. അതിനാൽ അങ്ങനെ സംഭവിച്ചാൽ നമ്മളും ആയുധമെടുക്കണം. ഇത്തരം കാണാൻ ആവേശം നമുക്ക് ചേർന്നതാണോ? ചെന്നൈ ബസവണ്ണ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ചെന്നൈ ബസവണ്ണ അന്ന് നമ്മൾ അവരെ പേടിപ്പിച്ചു വിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് എന്ത് സംഭവിക്കുമായിരുന്നു? എന്തും സംഭവിക്കട്ടെ, നമ്മുടെ പ്രവൃത്തികൾ അനുകരണീയമാകുകയാണ് വേണ്ടത്, അല്ലാതെ ആരെയും അനുകരിച്ചുകൊണ്ടാവരുത്. ഇതുപോലുള്ള ഉണക്കമന്ത്രങ്ങളും ജപിച്ചുകൊണ്ടിരുന്നാൽ അവർ നമ്മളെല്ലാം ചുട്ടുകളയും. നിങ്ങളുടെ ആദി എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നോക്കൂ, ഈ പ്രപഞ്ചം ഒരു കാടാണ്, ക്രൂര മൃഗങ്ങൾ നിറഞ്ഞ ഭയങ്കരമായൊരു കാട്.
എന്നിരുന്നാലും നമ്മുടെ പരമമായ ധർമ്മം അഹിംസയാണ്. അല്ലാത്ത പക്ഷം ബസവണ്ണയുടെ വാക്കുകളെ ആയിരിക്കും നാം തെറ്റിക്കുന്നത്. ബസവണ്ണയെ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ നമ്മളുടെ എല്ലാ അവസ്ഥ എന്താണ്? അതെ, ബസവണ്ണയാണ് നമ്മുടെ എല്ലാം നായകൻ. ഇപ്പോൾ അതല്ല പ്രധാനം. നമ്മളാണ് ഈ മഹാമന പണിതുയർത്തിയത്. നമ്മൾ തന്നെ ഒരു എളുപ്പവഴി തേടുകയായിരുന്നു. നമ്മളാകുന്ന മഹാഗർത്തങ്ങൾക്ക് നടുവിൽ നമ്മൾ സൃഷ്ടിച്ചെടുത്ത ദേവസ്ഥാനങ്ങൾക്കും മതങ്ങൾക്കും നമ്മുടെ സ്വപ്ന കൊട്ടാരങ്ങൾക്കും അപ്പുറത്ത് നമ്മൾ ഒരുക്കിയെടുത്തൊരു എളുപ്പവഴി. ആ വഴി നമ്മളെ ജാതി വിട്ട ഈ കല്യാണങ്ങളുടെ തുരുത്തിലേക്കാണ് എത്തിച്ചത്. ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ളത് കുറെ ശത്രുക്കൾ മാത്രം. അതെ, അതുതന്നെയാണ് നമുക്ക് സംഭവിച്ച തെറ്റും. നോക്കൂ, നമ്മൾ വളരെയേറെ തിടുക്കം കാണിച്ചു. കാലപക്വതയെ കണക്കിലെടുത്തതേയില്ല. യഥാർത്ഥത്തിൽ കാലം ഇതിനൊന്നും പക്വമായിരുന്നില്ല. ഒരു കണക്കിന് ബസവണ്ണയും വളരെയേറെ വൈകാരികമായാണ് ഇതിൽ ഇടപെട്ടത്. നോക്കൂ, ഇന്ന് ഈ നഗരത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന കലാപങ്ങൾ ഇനിയും ഏറെ കാലം നീണ്ടു നിൽക്കാതിരിക്കില്ല. കഴിഞ്ഞപ്പോൾ രാജാവിന്റെ പെങ്ങൾ ഒരുപക്ഷെ രാജാവ് ബസവണ്ണയെ തിരിച്ചെടുത്തുന്നിരിക്കും. എന്തായി? മഹാമാത്തിൽ സേനാനായകൻ എന്നിവർ സഭ കൂടിയിരിക്കുന്നു. ശരണന്മാരിൽ ആയകാരന്മാരെ അമർച്ച ചെയ്യാനാണ് തീരുമാനം. അങ്ങനെ വന്നാൽ ഇപ്പോൾ ത്രിപുരാതന മന്ദിരത്തിന് വകയായിട്ടിരുന്ന പണം നഷ്ടപ്പെടും. നമ്മുടെ മറ്റുള്ള ചില ഭരണന്മാർ ഒളിഞ്ഞു കേട്ടതാണിതെല്ലാം. ചെന്നൈ ബസവണ്ണ, നിങ്ങളുടെ പ്രവചനങ്ങൾ എത്രമാത്രം തെറ്റിപ്പോയെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിക്കാം. നമ്മൾ ഒരു കൊടും ചുടിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. കുത്തൊഴുക്കിൽപ്പെട്ടാലും സാരമില്ല, മരണത്തെ പോലും മഹാനവമിയായി നമ്മൾ സ്വീകരിക്കും. ഇപ്പോഴിത് ഒരു ജീവന്റെ മാത്രം പ്രശ്നമല്ല, നമ്മിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ഒരു പറ്റം മനുഷ്യരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. ഹരളയ്യ പറഞ്ഞതാണ് ശരി. എന്ത് സംഭവിച്ചാലും നമ്മൾ ആത്മരക്ഷ നോക്കേണ്ടതുണ്ട്. മധുവയ്യ, നിങ്ങളുടെ മകളെയാണ് ഈ നിൽക്കുന്ന ഭരളയ്യയുടെ മകൻ വിവാഹം കഴിച്ചത്. എന്ന് വെച്ച് നമ്മൾ ആയുധമേന്തി യുദ്ധത്തിനിറങ്ങണമോ? ബസവണ്ണ ഒരിക്കലും അത് ആഗ്രഹിക്കില്ല. അദ്ദേഹം നമ്മളെ നദിയുടെ നടുഭാഗം വരെ എത്തിച്ചിരിക്കുന്നു. മറുകര തേടേണ്ടത് ഇത് നമ്മുടെ ധർമ്മമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെവ്വേറെ കര തേടി പോവേണ്ടി വരും. ഈ കല്യാണ നഗരിയിലെ കൊലപാതകത്തിന്റെയും രക്തച്ചൊരിച്ചിലുകളുടെയും ശാപഭാരം ചുമക്കാൻ നമുക്കാകുമോ? അതാഗ്രഹിക്കാത്ത ഞങ്ങളെല്ലാം കല്യാണ നഗരം വിട്ടു പൊയ്ക്കോളാം. എങ്ങോട്ട്? എവിടെ പോകാൻ? ഉളവിയിലേക്ക്. അങ്ങോട്ട് പോയിട്ട് എന്തിന്? വിജുരയുടെ സൈന്യം അവിടെയും എത്താതിരിക്കില്ല. അതിലെനിക്ക് ഭയമില്ല. സാന്തളികത്തിലെ മാണ്ഡലികരും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും. ശരി, അങ്ങനെ തന്നെ. ഞാൻ കടപ്പതപ്പണ്ണ വൈദ്യ
ಸಂಗಣ್ಣ ಸೋಲದ ಬಾದರಸ ರಾಯಸದ ಮಂಗಣ್ಣ ಹರಳಯ್ಯ ಹರಳಯ್ಯ മധുവയ്യ ശിലാവന്ത തിരുഹാഹി രാമണ്ണ കണ്ടത മാരയ്യ കിന്നരി ബൊമ്മയ്യ തുടങ്ങിയവർ തീരുമാനിക്കുന്നു. ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അന്ത്യനിമിഷം വരെ ഈ കല്യാണ നഗരത്തിൽ ഉറച്ചിരുന്ന് പോരാടാൻ ഞങ്ങളൊപ്പം തയ്യാറായിട്ടുള്ളവർക്ക് ഇവിടെ നിൽക്കാം, അല്ലാത്തവർക്ക് ചെന്നൈ ബസവണ്ണുകളുടെ കൂടെ പോകാം. നമ്മുടെ യാത്ര നാളെ തുടങ്ങും. രക്തമൊഴുക്കി യുദ്ധം ആഗ്രഹിക്കാത്ത എല്ലാവരും തയ്യാറാവും. നീലക്ക, മഹാമന പിളരുകയാണ്. നാം എന്തെങ്കിലും ചെയ്താൽ പറ്റൂ. ഇപ്പൊ ഇവിടെ നടക്കുന്നതൊന്നും ആരും തീരുമാനിച്ചു വെച്ചിരുന്നതല്ലല്ലോ ലേശാന്തയ്യ. അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്നേയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ജീവിത സുഖങ്ങളെല്ലാം പരമശിവന്റെ അധീനതയിലാണ്. അതേ വാക്കുകൾ ഗംഗാക്കയും ബസവണ്ണയോടൊത്ത് കപ്പട് സംഗമത്തിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോഴും നീലക്ക ഇത് തന്നെ പറഞ്ഞു. ഇനി എന്റെ കാര്യമാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ താമസിക്കും. അക്ക മഹാദേവിയുടെയും അല്ലമ്മ പ്രഭുവിന്റെയും വചനോക്തികൾ മാറ്റൊലികൊള്ളുന്ന ഇവിടുത്തെ ഓരോ തൂണും എനിക്ക് കൈലാസമാണ്. ഞാനും നീലക്കയും ദീപം കൊളുത്തി ഇവിടെ തന്നെ താമസിക്കും. ഏവർക്കും അവരവരുടെ വഴിയെ പോവാം.